ഹലോ, വെൽക്കം ടു മിനിഷിബു വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ട്രീറ്റ്മെൻ്റ് ആണ്. ഇപ്പം ഡിസംബർ മാസം, ജനുവരി മാസമൊക്കെ ആയില്ലേ. അപ്പം ഇപ്പം തണുപ്പായതുകൊണ്ട്, മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഹെയറിന് നല്ല ഡാൻഡ്രഫും ഡ്രൈനെസ്സും ഒക്കെ വരും. അതേപോലെ ചൊറിച്ചിലും ഇച്ചിങ്ങും ഒക്കെ ഉണ്ടാകും. അതിൻ്റെ എല്ലാ പ്രോബ്ലങ്ങളും മാറുന്ന ഒരു പാക്കാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. 2 സാധനങ്ങൾ മതി. ആ 2 സാധനങ്ങൾ, വീട്ടിലുള്ള 2 സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഇന്ന് ഈ പാക്ക് ഉണ്ടാക്കുന്നത്. മെയിനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉള്ളിയാണ്, നമ്മുടെ ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10 ചുവന്നുള്ളിയാണ് എടുത്തത്. അതെടുത്തപ്പോൾ നല്ല ഒരു 2 സ്പൂൺ ഇളവ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ അത്രയും തന്നെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചു. ഇച്ചിരി ലൂസാക്കാൻ പറ്റും. തലയിൽ ശരിക്കും നമുക്ക് പുരട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇച്ചിരി കൂടെ ലൂസാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് മുടി ഒന്ന് ചീവണം. ഡാൻഡ്രഫൊക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് ഈ സെൻറ്റർ പാർട്ടൊക്കെ നന്നായിട്ട് ചെയ്യണം. ഇല്ലാത്തവരാണെങ്കിൽ ലൈറ്റായിട്ട് മുടിയിൽ കെട്ടൊന്നും ഇല്ലാതെ മുടി ഒന്ന് ചീവി ഒന്ന് നേരെയാക്കിയിട്ട് വേണം പാക്കിടാൻ. ഞാനിപ്പോൾ ചീവി വെച്ചിരിക്കുന്ന മുടിയാണ് എൻ്റെ. അതെ, എനിക്ക് മുടി ഒത്തിരി കൊഴിഞ്ഞു ഈയിടെയായിട്ട്. ഇവിടെ വന്നിട്ട് വെള്ളം ചേരുന്നില്ല, അങ്ങനെ പ്രശ്നങ്ങൾ കാരണം മുടി നന്നായിട്ട് കൊഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മുടി ഒരു ഡള്ളായി. നമുക്കിപ്പം അത് ഞാൻ പണ്ടൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന ഒരു പാക്കാണ്. ഫസ്റ്റ് നമ്മൾ ഈ മുടി ഇങ്ങനെ ഒന്ന് പവുക്കണം. പവുത്തിട്ട് ഇതുപോലെ വാലുള്ള ഒരു ചീപ്പെടുത്തോ. പവുത്തിട്ട് ഇതിൻ്റെ ഈ സെൻറ്റർ പാർട്ടിലൊക്കെ കുറേശ്ശെ എടുത്ത് ഇങ്ങനെ തേക്കുക. ഇവിടെ ഇങ്ങനെ ഈ വെള്ളം അതിലോട്ട് അങ്ങോട്ട് നമ്മുടെ ഊട്ടിയിലോട്ട് പെരളുന്നത് പോലെ. അത് കഴിഞ്ഞ് വീണ്ടും അതിനു മുമ്പ് ഒരു ടവലിട്ടേക്കാം ദേഹത്തെ. മുഴുവൻ ഡ്രസ്സിലെല്ലാം ആവും. ഇപ്പം നമുക്ക് ഇങ്ങനെ അടുത്തത് ഈ വാലുള്ള ചീപ്പാവുമ്പോൾ ഇത് ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വരും ഇത്. അപ്പം ഇതിങ്ങോട്ടിങ്ങ് ചെയ്യുക, ഇതിങ്ങോട്ടിങ്ങ് ചെയ്യുക. വീണ്ടും എടുത്തിട്ട് നല്ല തണുപ്പാണ്. ഉള്ളി തലയിൽ തേക്കുന്ന തലയ്ക്ക് നല്ല കുളിർച്ചയാണ്. എന്നിട്ട് വീണ്ടും ഇത് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ. ഈ പാർട്ടിലൊക്കെ നന്നായിട്ട് തേക്കണം. ഈ സെൻറ്റർ, ഈ ക്രൗൺ പാർട്ടിലൊക്കെ നന്നായിട്ട് തേച്ച് വെക്കണം. ദേഹത്തൊക്കെ വീഴുന്നു എന്നുള്ള കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പിഴിഞ്ഞ് ചാറെടുത്താലും മതി. ഇപ്പം നമ്മളിപ്പോൾ കുളിക്കാൻ പോവായതുകൊണ്ട് ഞാൻ ഇതും കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതിലുള്ള ഉള്ളിയിൽ ഈ ചതഞ്ഞിരിക്കുന്നതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിക്കോളുമല്ലോ തലയിലിരുന്ന. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് ചെയ്യുവാണെങ്കിൽ മുടി നന്നായിട്ട് വളരും. മുടി കൊഴിച്ചിൽ നിൽക്കും, മുടി നന്നായിട്ട് വളരും. അപ്പം മുഴുവൻ ഉള്ളി അരച്ചതും ഞാൻ തേച്ച് കഴിഞ്ഞു. തേച്ച് നല്ലതായിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞു. ചെറുതായിട്ടൊന്ന് ഇങ്ങനൊന്ന് മസാജ് ചെയ്തിട്ട് അങ്ങ് കെട്ടി വെക്കുക. ഒരു 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് നല്ലതായിട്ട് കെട്ടി ഒരു ക്ലിപ്പ് ഇട്ടങ്ങ് വയ്ക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പാക്ക് ഇടാം. ആദ്യത്തെ പാക്ക് ഇട്ടിട്ട് 10 മിനിറ്റായി. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാക്ക് ഇടാം. സെക്കൻഡ് പാക്ക് ഞാൻ എടുത്തേക്കുന്നത് മുട്ടയുടെ വെള്ളയാണ്. മുട്ടയുടെ വെള്ള, ഒരു മുട്ടയുടെ വെള്ള. ഇതും അതേപോലെ നമ്മൾ തലമുടിയൊന്ന് ഇത് ചെയ്തിട്ട് ഓട്ടിയിലോട്ടും മുടിയിലോട്ടും വരുന്ന പോലെ പറ്റണം. ഇപ്പം ഞാൻ മുമ്പേ പറ്റിയത് ഓട്ടിയില്ല പറ്റിയെങ്കിലും മുടിയെല്ലാം ആയിട്ടുണ്ട്. അപ്പം ബ്രഷുള്ളവർ ബ്രഷ് കൊണ്ട് പരട്ടാം. ഇത് സാധാരണ എല്ലാവരും വീട്ടിലിരിക്കുന്നവർ വീട്ടമ്മമാർക്കൊക്കെ ആണല്ലോ നമ്മൾ ഹോം റെമഡീസ് കൂടുതലും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം കൈ കൊണ്ടാണ് തേക്കുന്നത്. ഇതുപോലൊരു ചീപ്പ് എടുത്തോ. സെക്കൻഡ് ഇടുമ്പോൾ ഇത് നമുക്കിങ്ങനെ താഴെ വരെയും പരട്ടാം. എല്ലാം നനഞ്ഞിരിക്കുമല്ലേ. അപ്പം ഇങ്ങനെ
എടുത്താൽ തന്നെ താഴെ വരെയുള്ള ഹെയർ ഇങ്ങ് പോരും. ഇതാ ഇങ്ങനെ ഇങ്ങനെ ഡിവൈഡായിട്ട് ഇങ്ങ് പോരും, ഇവിടെ ഉള്ളത് ഇങ്ങോട്ടും. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കയ്യിലെടുത്താൽ താഴെ വരെ ഒന്നിച്ചങ്ങ് പരട്ടാം. നല്ല കണ്ടീഷണറാണ്. മുട്ടയുടെ വെള്ള പരട്ടിയാൽ മുടി അങ്ങ് സോഫ്റ്റ് പട്ട് പോലത്തെ മുടിയാകും. ഇതും പുരട്ടി ഒരു 15-20 മിനിറ്റെങ്കിലും ഇരിക്കണം, എങ്കിലേ പ്രയോജനമുള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസം ഇത് രണ്ടും ചെയ്യാമെങ്കിൽ നന്നായിട്ട് മുടി വരും. ഇവിടെ അതുപോലെ എൻ്റെ ഇവിടെ മുടിയില്ല, അതുപോലെ മുടിയില്ലാത്തവർക്കൊക്കെ പുരട്ടി അവിടെ പ്രത്യേകിച്ച് പുരട്ടി ഒന്ന് റൗണ്ട് ഇതിൽ മസാജൊക്കെ ചെയ്യാമെങ്കിൽ ന്യൂ ഹെയർ വരും അവിടെ. എന്നിട്ട് ഷാമ്പു ഉപയോഗിക്കാതെ നമ്മൾ ചിവക്കപ്പൊടിയോ പിന്നെ ചെമ്പരത്തിത്താളിയോ വെച്ച് വാഷ് ചെയ്യാമെങ്കിൽ നന്നായിരിക്കും. ഞാനിപ്പോൾ ഷാമ്പു ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. മൈൽഡ് ഷാമ്പു എന്തെങ്കിലും യൂസ് ചെയ്യണം. കണ്ണാടി ഊരാൻ മറന്നുപോയി. എല്ലായിടത്തും എല്ലാം പുരട്ടിയേ. ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ളത് അങ്ങ് ഒഴിച്ച് എണ്ണ തേക്കുന്നത് പോലെ അങ്ങ് തേക്കാം. എന്നിട്ട് ഈ രണ്ടും കൂടെ ഒരു മസാജ് കൊടുക്കണം. ആ ഉള്ളിയുടെ നീരും ഒത്തിരി അങ്ങ് ചൊറിഞ്ഞിളക്കി അങ്ങനെയൊന്നും ചെയ്യരുത്. ഭയങ്കര നന്നായിട്ട് നീറും ഒത്തിരി ചൊറിഞ്ഞ് ഡാൻഡ്രഫൊക്കെ ഉള്ളവർ ഒരുപാട് ചൊറിഞ്ഞ് ഇളക്കുകയൊക്കെ ചെയ്ത് ചുമ്മാ ഒന്ന് ടൈറ്റായിട്ട് ചെയ്യുകയേ ചെയ്യാവൂ. ഒരുപാട് അങ്ങോട്ടും പിന്നെ നമ്മൾ ഹെന്ന ഓയിൽ മസാജ് ചെയ്യുമ്പം ഇങ്ങനെ ഇങ്ങനെ ഇളക്കിയെടുക്കത്തില്ലേ, അതുപോലൊന്നും ചെയ്യരുത്. ഇതെന്ത് ഉള്ളിയാണ്, ഉള്ളി ഭയങ്കരമായിട്ട് നീറും. ഒരു പ്രാവശ്യം തേക്കുന്നതോടെ അവരുടെ കൊതി തീരും, ഹെയർ ട്രീറ്റ്മെൻറ്റ് അതോടെ അവസാനിക്കും. ഇങ്ങനെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നമുക്കങ്ങ് ഇതൊരു 2 മിനിറ്റ് ചെയ്താൽ മതി. ഉള്ളിയുടെ നീരും മുട്ടയുടെ വെള്ളയും കൂടെ ഒന്ന് ബ്ലെൻഡായി നമ്മുടെ സ്കിന്നിനകത്തോട്ട് ഒട്ടിയുടെ അകത്തോട്ടൊന്ന് ഇറങ്ങണം. ഹെയർ റൂട്ടിനകത്തോട്ട്, ഒട്ടിയുടെ അകത്തോട്ടല്ല റൂട്ടിലോട്ട്. എന്നിട്ട് ഇപ്പോൾ നമുക്കിത് കെട്ടി വെക്കാം. ചുരുട്ടി ഒരു ക്ലിപ്പിടാം. ഒരു ½ an hour കഴിഞ്ഞിട്ട് കഴുകാം. ഇപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. നല്ലതായിട്ട് ഹെയർ വാഷ് ചെയ്ത് ലൈറ്റ് ഒരു ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് വന്നു. മുടി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. നല്ല പട്ട് പോലെ നല്ല സ്ട്രെയിറ്റൻ ചെയ്ത പോലത്തെ മുടിയായില്ലേ. തൊട്ടാൽ തന്നെ എന്ത് പഞ്ഞിയാണെന്നറിയാം. പട്ടെന്ന് പറഞ്ഞാൽ പട്ട അതുപോലെ ആയിരിക്കുന്നത്. ഈ ഡ്രൈ ഹെയർ ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര സൂപ്പർ ഇതിൻ്റെ കൂടെ ഒരു ലൈറ്റായിട്ട് ഇച്ചിരി ആൽമണ്ട് ഓയിലോ അതുപോലെ എന്തെങ്കിലും നല്ല ഓയിലോ ഇച്ചിരി അതിലത്തെ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് 1 സ്പൂൺ ഒഴിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് ഇത്. പാർലറിൽ പോയി ഇത്രയും ചെയ്യണമെങ്കിൽ 1000 രൂപ കൊടുക്കണം. എന്ത് രസമാണ് മുടിയെന്ന് നോക്കി. എനിക്കെന്നെ തൊട്ടാൽ തന്നെ കൊതിയാകുന്നു. അതുപോലെ പട്ട് പോലത്തെ മുടി. ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാമെങ്കിൽ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി നല്ല സൂപ്പർ മുടിയും കിട്ടും, ഹെയറും ഉണ്ടാവും. വീക്ക്ലി വൺസ് ചെയ്യുവാണെങ്കിൽ
ഹെയർ പ്രോബ്ലംസ് എല്ലാം പോയി നല്ല സൂപ്പർ മുടിയുമാകും. മുടി കൊഴിച്ചിലും നിൽക്കും, താരന് അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും നമുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് ചുവന്നുള്ളിയും മുട്ടയും? സൂപ്പറല്ലേ? നിങ്ങളും ഇങ്ങനെ ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് മൂലം അറിയിക്കണേ. അപ്പോൾ ഓക്കെ, ബൈ, സി യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു.